ആശാൻ്റെ ദൈവം ഒരു വലിയ വളരെ ഡിഫറൻ്റായി നമ്മൾ ചിന്തിച്ചു പോകേണ്ട കൃത്യമായൊരു പഠന ക്ലാസിൻ്റെ രീതിയുള്ള വിഷയമാണ് ആശാനും ദൈവവും. നമ്മൾ ആശാൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരും അല്ലേ? കുമാരൻ ആശാൻ, എൻ കുമാരൻ, ശരിക്കും പേര് എൻ കുമാരൻ എന്നാണ്. അച്ഛൻ്റെ പേര് നാരായണൻ പെരുങ്കുടി എന്നാണ്. അപ്പം അതുകൊണ്ടാണ് എൻ കുമാരൻ എന്ന് പേര് വന്നത്. ഇതുപോലെ ഗുരുവിനെ ഉപാസനാമൂർത്തിയായി കണ്ട, ഇതുപോലെ സ്വാമിതൃപാദങ്ങളുടെ പരബ്രഹ്മ സ്വരൂപത്തെ അനുഭവിച്ച, ഇപ്പോഴും നമ്മുടെ കൂടെ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഗുരു ദൈവമാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടോ? എന്ത് കഷ്ടമാണെന്നറിയാമോ? അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്, അവരുടെ കണ്ണുകൾ ചെറുതായത് കൊണ്ട്. സ്വാമി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സ്വാമി എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? നമുക്ക് ഒന്നുകിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ അവരുടെ വഴിക്ക് വിടുക. ഈ ജന്മത്തിൽ പരബ്രഹ്മസ്വരൂപനായ ഗുരുവിൻ്റെ ഈശ്വരീയ ഭാവം തിരിച്ചറിയുവാൻ പൂർവ്വജന്മാർജിതമായി യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്. ചേട്ടാ, ആകാശത്തൂടെ പറന്നു പോകുന്ന അമേരിക്കയുടെ F-16 ഫൈറ്റർ പ്ലെയിൻ്റെ ടെക്നോളജി സൈക്കിൾ ചവിട്ടാൻ അറിയാൻ മേലാത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഈ വ്യത്യാസം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം അതുകൊണ്ട് പക്ഷെ ഇത് ആദ്യമേ തിരിച്ചറിഞ്ഞ് മഹാഗുരുവിനെ ദൈവമേ എന്ന് വിളിച്ച കൂട്ടത്തിൽ കുമാരനാശാൻ മാത്രമല്ല കേട്ടോ, കുമാരനാശാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പരബ്രഹ്മമേ എന്ന് വിളിച്ച കൂട്ടത്തിൽ. കാരണം അതിനു മുമ്പ്, ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ശിവലിംഗദാസ് സ്വാമികൾ ഗുരുഷഡ്ഗം ഓം നമശിവായ എന്ന് അവസാനിപ്പിക്കാൻ അറിയാമല്ലോ അല്ലേ? നാരായണ മൂർത്തേ എന്ന് കുമാരനാശാൻ വിളിക്കുന്നതിന് മുമ്പ് ശിവലിംഗദാസ് സ്വാമികൾ തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വലോകാനുരൂപൻ എന്ന് പറഞ്ഞു കഴിയുന്നു. എന്താ പറയാത്തത്? രജോലഭ, പൊടി പറ്റിയാ മതി എന്നാ പറഞ്ഞേ. തൊടണമെന്ന് പറഞ്ഞില്ല, നമസ്കരിക്കണമെന്ന് പറഞ്ഞില്ല. ഗുരുവിൻ്റെ പാദങ്ങളിൽ പറ്റിയ പൊടിയിൽ തൊട്ടാൽ മോക്ഷം എന്നാ പറഞ്ഞേ അല്ലേ? ഒരു നോട്ടം കൊണ്ട് ശിശിരി കുർവത എന്ന് പറഞ്ഞു, തണുപ്പിച്ച് കളയുമെന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പും പറഞ്ഞവരുണ്ട് കേട്ടോ. അപ്പോൾ കുമാരനാശാൻ മാത്രം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ കുമാരനാശാൻ അതൊന്നുകൂടി ജനകീയമാക്കിക്കൊണ്ട് ഗുരു സ്വരൂപത്തെ, സത്യത്തിൽ ഈ അരുവിപ്പുറത്ത് ഒരിക്കലൊരു സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കേട്ടോ, ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നൊന്നും അല്ല. സ്വാമിതൃപാദങ്ങൾ ശരീരധാരണത്തിൻ്റെ സമയത്ത്, സശരീരൻ ആയിരിക്കുന്ന സമയത്ത്, എവിടെ മീറ്റിംഗ് നടന്നാലും എല്ലാ പ്രോഗ്രാമുകളിലും സ്വാമിതൃപാദങ്ങളുടെ ഒരു ചിത്രം വെച്ച് അതിനു മുൻപിൽ നിലവിളക്ക് കൊളുത്തുമായിരുന്നു. ഗുരു സ്റ്റേജിൽ വന്നിരുന്നാലും ഇല്ലെങ്കിലും. അങ്ങനെ SNDP യോഗത്തിൻ്റെ പൊതുയോഗങ്ങളിൽ ഗുരു അപൂർവമായി മാത്രമേ സ്റ്റേജിൽ വന്നിരിക്കാറുള്ളൂ. തൃപ്പാദങ്ങൾ അവിടേക്ക് ഉണ്ടാവും, ഈ പ്രസംഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഗുരുവിൻ്റെ സ്ഥാനത്ത്, യോഗത്തിൻ്റെ അധ്യക്ഷൻ്റെ സ്ഥാനത്ത് ഒരു കസേര വെച്ച് ഗുരുവിൻ്റെ ചിത്രം വെച്ച് മാലയിട്ട് വിളക്ക് കൊടുത്തുമായിരുന്നു. ശരീരധാരണ കാലത്താണ് കേട്ടോ, പിന്നെയൊന്നും അല്ല. ഇപ്പം നമുക്ക് പിന്നീടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയത്. അതങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കുമാരനാശാനൊക്കെ അങ്ങനെ അങ്ങ് വിളിക്കാൻ തുടങ്ങിയേ ദൈവമേന്ന്. നല്ല വ്യക്തമായി നമുക്കറിയാം. കുമാരനാശാൻ ആദ്യകാലത്ത്, ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒന്ന് മുഴുവിപ്പിച്ച് നമുക്ക് അടുത്തേക്ക് വരാം. അരുവിപ്പുറത്ത് ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇതുപോലൊരു ചിത്രം വെച്ചിരിക്കും. അപ്പോൾ കുമാരനാശാനാണ് സ്വാഗത പ്രാസംഗികൻ. മിക്കവാറും ഈ കുമാരനാശാൻ നല്ലൊരു പ്രഭാഷകനായിരുന്നു കേട്ടോ. കുമാരനാശാന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും മഹാകാവ്യം എഴുതാതെ മഹാകവിയായി ഈ 2 വാക്കിൽ നമ്മൾ പറയുന്നത്. അത് മാത്രമൊന്നുമല്ല, വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു, വലിയൊരു കോർഡിനേറ്ററായിരുന്നു, അധ്യാപകനായിരുന്നു, ഇംഗ്ലീഷ് പണ്ഡിതനായിരുന്നു, സംസ്കൃത പണ്ഡിതനായിരുന്നു, വേദാന്തിയായിരുന്നു, ബഹുമുഖ പ്രതിഭയായിരുന്നു. അങ്ങോട്ട് നമ്മൾ അധികം പോകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്വാഗത പ്രസംഗം നടത്തി അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുമാരനാശാൻ്റെ ഒരു കമൻ്റ് ഉണ്ട് കേട്ടോ. ഈ ഹോളിൽ, അതിങ്ങനെ ഹോളൊന്നും ആയിരിക്കുകയില്ല, അരുവിപ്പുറത്തൊരു പന്തലൊക്കെ ആയിരിക്കാം, ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടും, അല്ലെങ്കിൽ ഇന്നാണ് നാട് മൊത്തം മൈക്കുണ്ടല്ലോ, അന്ന് അതില്ലല്ലോ, ഈ കേൾക്കുന്നവർ മാത്രമല്ല കേൾക്കത്തുള്ളൂ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. നിർത്തി വീണ്ടും പറഞ്ഞു, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുമാരനാശാൻ പറയുക. അപ്പോൾ ഈ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടമൊക്കെ നിർത്തി, ഈ എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞോടുന്നവരൊക്കെ തലപൊക്കി, രംഗം ശാന്തമായി. ആളുകൾ ഇതെന്തേ പറയാൻ വരുന്നത്? നിങ്ങൾക്കാർക്കുമില്ലാത്തൊരു ക്വാളിറ്റി എന്നൊക്കെ എൻ്റെ വാക്ക് കേട്ടോ. അന്ന് കുമാരനാശാൻ പറഞ്ഞത് ഗുണമെന്നോ അല്ലെങ്കിൽ ഒരു യോഗ്യത എന്നോ ഒക്കെ ആയിരിക്കും. നിങ്ങൾക്കാർക്കുമില്ലാത്തൊരു യോഗ്യത, നിങ്ങൾക്കാർക്കുമില്ലാത്തൊരു പ്രത്യേകത എനിക്കുണ്ട്. എന്താണെന്നറിയാവോന്ന് ആളുകൾ, ഇതെന്തോ അഹങ്കാര കുമാരനാശാൻ ഈ പറയുന്നത്? വലിയ കവിയാണല്ലോ. അപ്പം അന്ന് അത്രയ്ക്കും ആയിട്ടില്ല. കാരണം 1907 വീണപൂവ് എഴുതുന്നത്. വീണപൂവോട് കൂടി മാത്രമാണ് കുമാരനാശാൻ മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്. അല്ലെങ്കിൽ മലയാള കവിതയുടെ സംസ്കാരം തന്നെ മാറ്റുന്നത് വീണപൂവോട് കൂടിയാണ്. അതിനു മുമ്പ് മറ്റു രീതിയിലുള്ള കവിതകളാണ്. അപ്പം അത്രയ്ക്കും പോപ്പുലർ ആയിട്ടില്ല.
ഈ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടാണോ? അപ്പൊ SNDP യോഗം 1, 2, 3 വാർഷികങ്ങളാകുന്നതേ ഉള്ളൂ, അങ്ങോട്ട് പോപ്പുലറായി വരുന്നതേ ഉള്ളൂ, ശിവഗിരി മഠത്തിന്റെ പ്രാരംഭ ദിശയിലാണ്, അത്രയ്ക്കും പറയാറായിട്ടില്ല. പിന്നെ ഈ പുള്ളി എന്താണാവോ ഈ പറയുന്നത്? വീണ്ടും പറഞ്ഞു, നിങ്ങൾക്കാർക്കുമില്ലാത്തൊരു യോഗ്യത എനിക്കുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഓ കവിത്വമായിരിക്കും, കവിത്വം. അപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ പറയാം. കുമാരനാശന്റെ മുഖത്ത് ഒരു ചിരിയുണ്ട്, നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഒരു പുഞ്ചിരിയുണ്ട്. ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ശ്രീനാരായണ പരമഹംസ ഭഗവാനോട് 2 കൈ പിടിച്ച്, എന്റെ ദൈവത്തോട് എനിക്കുള്ളതുപോലെ ഭക്തി നിങ്ങൾക്കാർക്കുമില്ല എന്ന കാര്യത്തിൽ ഞാൻ ഈ ലോകത്തോട് വെല്ലുവിളിച്ചു പറയുന്നു. ആരും മിണ്ടിയില്ല, ആരും മിണ്ടിയില്ല. ശരിയല്ലേ? ഇതുപോലെ മഹാഗുരുവിനെ ദൈവമായി ഉപാസിച്ച, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച ആരാ വേറെ ഉള്ളത്? നമ്മളൊരു പഠനം പോലെ ആണെങ്കിൽ കുമാരനാശൻ ജനിച്ചത് നമുക്ക് അങ്ങനെ പോകണ്ട, അച്ഛൻ അമ്മ അതല്ലാതെ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്നാണ് എൻ്റെ ഒരു വിചാരം. കുമാരനാശാൻ നിങ്ങൾക്കറിയാം, ശൃംഗാര കാവ്യങ്ങളൊക്കെ ആദ്യകാലത്ത് ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഗുരു തന്നെ ഇനി നീ ശൃംഗാര കാവ്യങ്ങൾ എഴുതേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുമാരനാശാന്റെ കാവ്യരചനയിൽ പ്രകടമായ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. വെറുതെ അങ്ങ് മാറ്റം ഉണ്ടാവുകയല്ല. കുമാരനാശൻ ഒരു കവിത എഴുതി, അതിലൊരു ഭക്തവിലാപം എന്നാണ്, ഭക്തവിലാപം. 64 ശ്ലോകങ്ങളോ മറ്റാ അതിലുള്ളത് ഭക്തവിലാപത്തിന്. ആരംഭിക്കുന്നത് തന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ശ്ലോകത്തോടെയാ. അണകവിയുന്നടലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെൻ്റെ നേതാവാണോ, ഗൈഡാണോ, ഇൻസ്ട്രക്ടറാണോ? എൻ്റെ ദൈവമല്ലോ, ദൈവമല്ലോ എന്ന് പറഞ്ഞിരിക്കുക. അതിനുശേഷമാണ് ബാക്കി ഇതെല്ലാം വന്നിരിക്കുന്നത്. ആദ്യകാലത്താണേ, കുമാരനാശാന്റെ അരുവിപ്പുറത്തെ ആദ്യകാലത്താണ് 1891 കുമാരനാശാൻ സ്വാമിയുടെ സൗധത്തിൽ അരുവിപ്പുറത്ത് വന്നു. 3 കൊല്ലം കഴിഞ്ഞാണ് കുമാരനാശാനെ സാമുദ്രപാദങ്ങൾ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ അയക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കുമാരനാശാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ഭക്തവിലാപം. ഇത് കഴിഞ്ഞിട്ട നാരായണ ഗുരുനായകന്റെ ദൈവമല്ലോ, ഇത് ഗുരു കണ്ടതാകട്ടോ, സ്വാമിനെ വായിച്ച് കേൾപ്പിച്ചതാകട്ടോ. എന്താ കുമാരൻ നീ നമ്മെ ദൈവം എന്ന് വിളിക്കുന്നത്? ഇങ്ങനൊന്നും വിളിക്കാൻ പാടില്ല കേട്ടോ, എന്നൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പം നമ്മളോട് ചോദിക്കും, SNDP ശാഖായോഗ സെക്രട്ടറി ശ്രീനാരായണ ഗുരുവിന്റെ ദൈവസങ്കല്പം. അപ്പൊ ചോദിക്കും, അതിന് ഗുരു ദൈവമാണോ എന്ന്. അടുത്തൊരു ചോദ്യം, ഈ പണ്ഡിതനാണേ, ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഈ പുള്ളി അടുത്തിരിപ്പുണ്ടായിരുന്നു. ഗുരു പറയുമ്പോൾ എന്തൊരു കട്ടാന്ന് പറ. നോക്കൂ, അന്ന് പറഞ്ഞതാ നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. തീർന്നില്ല. ഒരു 3 മാസം കഴിഞ്ഞപ്പോ കുമാരനാശാൻ വീണ്ടും ഒരു സാധനം എഴുതി, ഒരു കൃതി. അതിന്റെ പേരാണ് സുബ്രഹ്മണ്യ ശതകം. സുബ്രഹ്മണ്യനെ പ്രകീർത്തിക്കുന്ന, സുബ്രഹ്മണ്യനെ സ്തുതിക്കുന്ന 100 പദ്യങ്ങൾ. കാരണം ഗുരുവിന്റെ തപസ്, ഈ തപസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉപാസനാമൂർത്തിയെ ബേസ് ചെയ്തിട്ടൊക്കെ പറയാം. അപ്പൊ ഗുരു സുബ്രഹ്മണ്യ ഉപാസന, ഇതൊന്നും സ്വാമിക്ക് ബാധകമല്ല കേട്ടോ. ജന്മന ബോൺ സെയിന്റ് ആണ് ഗുരു, അവതാരമൂർത്തിയാണ് ഗുരു. അതായത് ഗുരുവിനോട് ഈ CV കുഞ്ഞിരാമൻ, നമ്മുടെ കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ, പത്രാധിപർ സുകുമാരന്റെ അച്ഛൻ, അല്ലെങ്കിൽ കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപനത്തിൽ CV കുഞ്ഞിരാമന് വലിയ പങ്കുണ്ട്. വിദ്യാഭ്യാസ വിചക്ഷണനാണ്, പണ്ഡിതനാണ്, തർക്കശാസ്ത്ര വിശാരദനാണ്, എല്ലാ കാര്യങ്ങളെയും യുക്തിപരമായി റാഷണലി ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ ഗുരുവായിട്ട് പലപ്പോഴും തർക്കിക്കാറുണ്ട് കേട്ടോ. ഗുരു തന്നെ പറയുന്നുണ്ട്, വാദത്തിന് വേണ്ടി വാദിക്കരുത്, തത്വപ്രകാശനത്തിനും സംശയ നിവാരണത്തിനും വേണ്ടി വാദിക്കണം. അപ്പൊ സ്വാമിയായിട്ട് എന്തുമാത്രം തർക്കം ഉണ്ടാക്കുന്ന ആലോചന, അത്ര ആളാണ് CV കുഞ്ഞിരാമൻ. അങ്ങനെ പെട്ടെന്ന് അംഗീകരിക്കുന്ന ആളല്ല. ഈ CV കുഞ്ഞിരാമനും ഗുരുവുമായുള്ള ചില സംസാരത്തിലൊക്കെ ഇത് പലപ്പോഴും ഈ ഒരു വിഷയം കടന്നു വരുന്നുണ്ട്. അപ്പൊ ഗുരു ചോദിക്കുന്നുണ്ട്, സ്വാമിയെ പലരും അവതാരമൂർത്തിയായി കരുതുന്നല്ലോ എന്ന്. CV ചോദിച്ചതാ. ഇനി ഗുരു, അയ്യോ നാം അവതാരമൂർത്തിയൊന്നും അല്ല, നാം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ഗുരു പറയുമെന്നാ CV ഓർത്തെ. എന്താ ഗുരു പറയുന്നറിയാമോ? നമ്മെ എങ്ങനെ വിചാരിക്കുന്നു? സ്വാമി ഒരു അവതാരമൂർത്തിയാണെന്ന് ചില ആളുകൾ പറയുന്നുണ്ട് സ്വാമി എന്ന്. ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നമ്മെ ഒരവതാരമൂർത്തിയായി ആരെങ്കിലും കരുതുന്നു എങ്കിൽ, അയ്യോ അങ്ങനൊന്നും കരുതണ്ട കേട്ടോ എന്നല്ല ഗുരു പറഞ്ഞേ. നമ്മെ ഒരവതാരമൂർത്തിയായി ആരെങ്കിലും കരുതുന്നു എങ്കിൽ ഈ അവതാരത്തിന്റെ ലക്ഷ്യം ജാതി വ്യത്യാസം ഇല്ലാതാക്കലാണെന്ന്. കേട്ടല്ലോ, അവതാരം തന്നെയാണെന്നാ ഗുരു പറഞ്ഞേ. പിന്നെ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ടല്ലോ സ്വാമി ദൈവമാണോ എന്ന്, അവർക്കിട്ടുള്ള ഒരു പണിയും കൂടെ ഗുരു പുറകെ തന്ന്. എന്നിട്ട് പിന്നെ പറഞ്ഞ്, ശ്രീബുദ്ധന്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു, അതുകൊണ്ട് ശ്രീബുദ്ധൻ അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി. യേശുക്രിസ്തു സ്നേഹത്തിന് പ്രാധാന്യം നൽകി.
നബി തിരുമേനിയോ ത്യാഗത്തിന് പ്രാധാന്യം നൽകി. നാം ജാതി വ്യത്യാസം. അപ്പൊ ഈ പരമ്പര വരുന്ന ആളാന്നാ പറഞ്ഞേ അല്ലേ?